നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് തുടർക്കഥയാകുന്ന സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ രൂക്ഷ വിമർശനവുമായി കെ രമ MLA. സമീപകാലത്ത് സംസ്ഥാനത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായി നടന്ന അതിക്രമങ്ങൾ കെ രമ MLA നിയമസഭയിൽ എണ്ണിപ്പറഞ്ഞു. കൂടാതെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ സർക്കാർ ഇരയ്ക്കൊപ്പം നിൽക്കുന്നുവെന്ന് പറയുകയും വേട്ടക്കാരനൊപ്പം കിതയ്ക്കുകയാണെന്നും കെ രമ കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭാവത്തിൽ സർക്കാരിനു വേണ്ടി മന്ത്രി വീണ ജോർജ് ആയിരുന്നു സഭയിൽ മറുപടി നൽകിയത്. ഇത് ചൂണ്ടിക്കാട്ടിയും രമ വിമർശനം ഉന്നയിച്ചു. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നത് സർക്കാർ എത്ര ലാഘവത്തോടെയാണ് കാണുന്നത് എന്നതിന്റെ ഉദാഹരണമാണ് മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യമെന്ന് രമ പറഞ്ഞു. അരൂരിലെ ദളിത് പെൺകുട്ടിക്ക് നേരെ നടന്ന അതിക്രമത്തിൽ പ്രതികൾ CPM-കാരായതിനാലാണ് അറസ്റ്റ് ചെയ്യാത്തതെന്നും പ്രതികൾ പാർട്ടിക്കാരാണെങ്കിൽ സംരക്ഷിക്കുകയും കുടപിടിക്കുകയും ചെയ്യുന്നുവെന്നും രമ ആരോപിച്ചു. കൂടാതെ ക്യുസാറ്റിലെ സിൻഡിക്കേറ്റ് അംഗം PJ ബേബി കലോത്സവ ഗ്രീൻ റൂമിൽ വെച്ച് പെൺകുട്ടിക്ക് നേരെ അതിക്രമം കാണിച്ച സംഭവത്തിൽ പെൺകുട്ടി പാർട്ടിക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ലാത്തതിനാൽ പോലീസിന് പരാതി നൽകി. പ്രതിയെ പാർട്ടി സംരക്ഷിക്കുകയാണ്. ഇത്തരം വിഷയങ്ങൾ കേരളത്തെ നാണിപ്പിക്കുന്നുവെന്നും അവർ ആരോപിച്ചു. കാലടി ശ്രീശങ്കര കോളേജിലെ മുൻ SFI നേതാവ് രോഹിത് പെൺകുട്ടിയുടെ ഫോട്ടോ അശ്ലീല ഫേസ്ബുക്ക് പേജിൽ പ്രസിദ്ധീകരിച്ചു. പ്രതിയെ പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. ബ്രിജ് ഭൂഷൺ ഗുസ്തി താരങ്ങൾക്ക് നേരെ നടത്തിയ അതിക്രമങ്ങളെ വെല്ലുന്ന കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്നു. KCA കോച്ചിനെതിരായ പോക്സോ കേസ് കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പാക്കി. അന്ന് അയാൾക്കെതിരെ നടപടിയെടുത്തില്ല. ഇന്നും ക്രിക്കറ്റ് അസോസിയേഷനിൽ തുടരുന്നു. ഇത്തരക്കാർക്ക് പാർട്ടിയിലും ഭരണ നേതൃത്വത്തിലുമുള്ള സ്വാധീനമാണ് ഇത് കാണിക്കുന്നതെന്നും ഇടതുപക്ഷം ഭരിക്കുന്ന നമ്പർ 1 കേരളത്തിലാണ് ഇത് നടക്കുന്നതെന്നും കുറ്റപ്പെടുത്തി. നടി ആക്രമിക്കപ്പെട്ട കേസിൽ കോടതിയുടെ സുരക്ഷിത കസ്റ്റഡിയിലിരിക്കുന്ന മെമ്മറി കാർഡ് പുറത്തുപോകുന്ന നാടായി കേരളം മാറി. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് 4 വർഷമായിട്ട് പുറത്തുവിട്ടിട്ടില്ല. ICUവിൽ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിക്ക് ഒപ്പം നിന്ന് ഉദ്യോഗസ്ഥയെ സ്ഥലം മാറ്റി. വണ്ടിപ്പെരിയാറിലും വാളയാറിലും ഇരകൾക്ക് നീതി കിട്ടിയില്ലെന്നും കെ രമ നിയമസഭയിൽ ചൂണ്ടിക്കാട്ടി.